സഞ്ജന, ഇത്രയായ സ്ഥിതിക്ക് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അമ്മ ജീവിച്ചിരിപ്പില്ല, അച്ഛനാണെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലും. ഇപ്പൊ ഏത് അവസ്ഥയിലാണെന്ന് പോലും അറിയില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ കാര്യം ഇവിടെ വെച്ചങ്ങ് മറന്നേക്ക്. സർ, സാറിന്റെ ഒരു സിഗ്നേച്ചർ വേണം. നീ നടന്നോ, ഞാൻ വരാം. മാഡം, ഡോക്ടർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമൊന്നുമല്ല. അവർക്ക് അതിനെപ്പറ്റി മുഴുവനായിട്ട് അറിയാഞ്ഞിട്ടാ. കുഞ്ഞിനെ മാറ്റിയെന്നുള്ള കാര്യം ശരിയാ. ചെയ്തത് എന്റെ ഭർത്താവ് തന്നെയാ. വാ 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 വാ, പെട്ടെന്ന് വാ. അങ്ങേരോട് ഞാൻ പലതവണ പറഞ്ഞതാ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. കേക്കണ്ടേ? അതിനുള്ളത് അയാൾക്ക് കിട്ടുകയും ചെയ്തു. ആ സൂര്യ വീട്ടിൽ വന്ന് അങ്ങനെ പിടിച്ചോണ്ട് പോയി കൊന്നു. ഇതാണ് മാഡം ഉണ്ടായത്. മാഡം ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. കുഞ്ഞിന് വേണ്ടി മാഡത്തിനെ കൊല്ലാനാവും മടിക്കില്ല. ഞാൻ സൂര്യയെ കണ്ടു. എവിടെ കണ്ടെന്നാ? നീ ആദ്യം റിലാക്സ് ചെയ്യ്. എവിടെ കണ്ടത്? നീ ആദ്യം റിലാക്സ് ആവ്. എവിടെ കണ്ടത്? സഞ്ജന, നീ അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കല്ലേ? വേറെ ആരെങ്കിലും ഇങ്ങോട്ട് തെറ്റിദ്ധരിച്ചാവും. നീ ചെല്ലേ, വീട്ടിൽ പോയി നന്നായി റെസ്റ്റ് എടുക്ക. ഞാൻ നിന്നെ വൈകിട്ട് വിളിക്കാം. നീ ചെല്ലേ ചെല്ലേ. വാ പോ. മാനസിക നില തകരാറിലായ ഒരു വ്യക്തി മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ട് രണ്ടുപേരെ കൊലപ്പെടുത്തി സ്വന്തം വീട്ടിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവം ഞെട്ടലുളവാക്കിയിരിക്കുകയാണ്. പ്രതിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ഇപ്പൊ മനസ്സിലായോ നീ എവിടെയാണെന്ന്? എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തന്നിട്ട് ഇവിടുന്ന് പോവാൻ നോക്ക്. അല്ലെങ്കിൽ നിന്നെ കൊല്ലുക എന്നല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഉണ്ടാവില്ല. ആരാ ആരാ നിങ്ങള്?
ഒന്നും അറിയാത്ത പോലെ നീ നടിക്കണ്ട. ആശുപത്രി വെച്ച് നീ എന്നെ കണ്ടിട്ടില്ലേ? 2 പേരെ കൊന്നവനാ ഞാൻ. 3ാമതൊരു കൊല്ലം എനിക്ക് വലിയ കാര്യമൊന്നുമല്ല. എൻ്റെ കുഞ്ഞിനെ ഇത്രയും കാലം വളർത്തിയെന്ന ഒറ്റ കാരണം കൊണ്ട് നിന്നൊന്നും ചെയ്യാതെ വെറുതെ വിടാം. അവളെനിക്ക് തന്നിട്ട് വേഗം പോവാൻ നോക്ക്. റിയ എന്റെ മോളാണ്, ഞാൻ അവൾ ആർക്കും തരില്ല. ആണോ? നീ തന്നില്ലെങ്കിൽ നിന്നെ കൊന്നിട്ട് എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോയിരിക്കും. അതിന് നിനക്ക് കഴിയില്ല. ഏയ്, നിക്കടി. അങ്ങനെ രക്ഷപ്പെടാന്ന് കരുതണ്ട. നിക്കാൻ. കഥ തുറക്കടി. എന്റെ കുഞ്ഞിനെ തരാതെ നീ അങ്ങനെ രക്ഷപ്പെടാന്ന് കരുതണ്ട. തുറക്കടി. ഈ മുറിയില് ഓണറിന്റെ സാധനങ്ങളുണ്ട്. അത് മാത്രം തുറക്കാൻ പാടില്ല. എന്റെ വീട്ടിൽ നിന്ന് എന്റെ കണ്ണം പിടിച്ച് രക്ഷപ്പെടാന്ന് കരുതിയോ നീ? പറ്റുമെങ്കിൽ രക്ഷപ്പെട്. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടേ.